ഇറാനിലേക്ക് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കടന്നുകയറ്റം ആരംഭിച്ചിട്ട് 12 ദിവസങ്ങൾ പിന്നിടുന്നു. ഇന്നും ആക്രമണങ്ങൾക്ക് ശമനമില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തെഹ്റാനിൽ ഇന്നലെയുണ്ടായ സ്ഫോടനത്തിൽ 40ഓളം പേർ കൊല്ലപ്പെട്ടു എന്നതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നമ്മുടെ മുൻപിലേക്ക് എത്തുന്നത്. അതേസമയം തന്നെ ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയ്ക്കും പരിക്കേറ്റു എന്ന റിപ്പോർട്ടുകളൊക്കെ, സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. നോക്കാം എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അതിനിടയിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനുമിടയിൽ വലിയ ഭിന്നത രൂപപ്പെടുന്നു എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ ചില മാധ്യമങ്ങൾ, അന്തർദേശീയ മാധ്യമങ്ങൾ പുറത്തേക്ക് വിടുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഈ യുദ്ധം ഇങ്ങനെ നീണ്ടുപോകുന്നത് അത് ഇസ്രായേലിന്റെ പിടിവാശിയാണ് എന്ന തലത്തിലേക്ക് അമേരിക്കയുടെ ചില പ്രതികരണങ്ങൾ വരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ തമ്മിൽ ഭിന്നതകൾ രൂപപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. പക്ഷേ ഇതൊന്നും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല എന്നതാണ് അതിന്റെ മറ്റൊരു വശം എന്ന് പറയുന്നത്. ഏതായാലും രേണുക ന്യൂസ് ഡെസ്കിൽ നിന്ന് ഈ വാർത്തയുടെ സമഗ്ര വിവരങ്ങൾ പങ്കുവയ്ക്കാനായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. രേണുകയോട് ചോദിക്കാം, യുദ്ധം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന്. രേണുക, ലോകമിങ്ങനെ ആശങ്കയുടെ മുൾമുനയിൽ നിൽക്കുകയാണ്. 12 ദിവസം പിന്നിടുന്നു ഇറാനിലേക്ക് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഈ കടന്നാക്രമണം തുടങ്ങിയിട്ട്. ഇന്നലെയും ബോംബ് സ്ഫോടനങ്ങൾ തെഹ്റാനിൽ പലയിടങ്ങളിലും നടക്കുന്നു, വ്യോമാക്രമണം നടക്കുന്നു. റിസാല സ്ക്വയറിലുണ്ടായ സ്ഫോടനത്തിൽ 40ഓളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം തന്നെയാണ് മുജ്തബ ഖമനേയി, അവരുടെ പുതിയ പരമോന്നത നേതാവ്, അദ്ദേഹത്തിന് പരിക്കേറ്റു എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. മനു, കഴിഞ്ഞ 12 ദിവസമായി മനു സൂചിപ്പിച്ചതുപോലെ തന്നെ അയവില്ലാതെ തന്നെ പശ്ചിമേഷ്യ ഒരുപക്ഷെ അശാന്തിയിലാണ്, അല്ലെങ്കിൽ പശ്ചിമേഷ്യയിൽ യുദ്ധം തുടരുകയാണ്. യുദ്ധം എന്നുള്ളതിനപ്പുറത്തേക്ക് ഇറാനിലേക്ക് അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നുകയറ്റം അയവില്ലാതെ തന്നെ തുടരുകയാണ്. ഒരുപക്ഷെ ഈ യുദ്ധം തുടങ്ങുന്ന സമയത്താണ് ഇറാൻ്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള ഖമനേയിയെ കൊല ചെയ്യപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ മരണത്തോടു കൂടി ഈ യുദ്ധം അവസാനിക്കും, അല്ലെങ്കിൽ ആ ഭരണകൂടം അസ്ഥിരപ്പെടും എന്നുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇറാൻ അവരുടെ എല്ലാ ശേഷിയും ഉപയോഗിച്ച് ഇതിനെ പ്രതിരോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ പ്രതിരോധത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് പിന്നീട് ഈ യുദ്ധം 10 ദിവസമൊക്കെ പൂർത്തിയാവുന്ന സമയത്താണ് അവർ പുതിയൊരു പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനേയിയുടെ മകൻ കൂടിയായിട്ടുള്ള മുജ്തബ ഖമനേയി ഇറാൻ്റെ പുതിയ പരമോന്നത നേതാവായിക്കൊണ്ട് കടന്നു വരുന്നത്. ഇപ്പോൾ വീണ്ടും ആ പുതിയ പരമോന്നത നേതാവിനെ കൂടി ആക്രമിച്ചു എന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഇറാൻ TV അടക്കം പുറത്തുവിടുന്നുണ്ട്. ഔദ്യോഗികമായ സ്ഥിരീകരണമൊന്നുമില്ലെങ്കിൽ തന്നെ ഇറാനെ വീണ്ടും കടന്നാക്രമിക്കുകയാണ്. ഭരണകൂടത്തെ അസ്ഥിരപ്പെടുത്തി ഒരു രാജ്യത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അമേരിക്കയും ഇസ്രയേലും കൂടി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായി നമ്മൾ കാണേണ്ടത്. ഒരുപക്ഷെ ഇസ്രയേലിൻ്റെ തന്ത്രപ്രധാനമായ മേഖലകളിലെല്ലാം കനത്ത നാശനഷ്ടമാണ് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ജനവാസ മേഖലയടക്കം ഇറാൻ സ്വാഭാവികമായും പൊതുവെ ഇറാൻ യുദ്ധത്തിൽ സ്വീകരിക്കുന്ന ഒരു നയമെന്ന് പറയുന്നത് ജനവാസ മേഖലയിൽ കടുത്ത പ്രത്യാക്രമണം നടത്തുന്നില്ല. പക്ഷേ അമേരിക്കയും ഇസ്രയേലും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇറാൻ്റെ ജനവാസ മേഖലയടക്കമുള്ള തന്ത്രപ്രധാന മേഖലയിൽ വലിയ കനത്ത നാശനഷ്ടമുണ്ടാകുന്ന രീതിയിലുള്ള യുദ്ധതന്ത്രങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മനു സൂചിപ്പിച്ചതുപോലെ ടെഹ്റാനിലെ റിസാലത്ത് സ്ക്വയറിന് സമീപമാണ് ഏറ്റവും അവസാനമായി സ്ഫോടനമുണ്ടായി എന്ന് കണക്കാക്കപ്പെടുന്നത്. ആ സ്ഫോടനത്തിൽ ഏകദേശം 40 പേർ ഇറാനിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതും ഗൗരവകരമായിട്ടുള്ള കാര്യമാണ്. നിരവധി സ്കൂളുകൾ തകരുന്നു, വിദ്യാർത്ഥികൾ കൊല്ലപ്പെടുന്നു എന്ന നിലയിൽ ഒരു അധിനിവേശമാണ് തീർച്ചയായിട്ടും 12 ദിവസമായിക്കൊണ്ടും ഇറാനകത്ത് ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. മറ്റൊന്നുള്ളത്, ഇറാനുമായിട്ടുള്ള, അല്ലെങ്കിൽ ഇറാനിൽ ഇസ്രയേലും അമേരിക്കയും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സംയുക്ത ആക്രമണത്തിൽ തന്നെ അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള ഭിന്നത രൂക്ഷമാവുന്നു എന്നുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മൾ 2 ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്യുന്നത്, ഇത്തരത്തിൽ യുദ്ധം ഭരണകൂടം, ഇറാൻ്റെ ഭരണകൂടം പെട്ടെന്ന് അങ്ങ് തകർത്ത് ഇറാൻ എന്നുള്ള രാജ്യത്തെ അധിനിവേശ കടന്നുകയറ്റം നടത്തി അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും വരീതിയിലാക്കാമെന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ യുദ്ധം തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്കും ഇസ്രയേലിനും സാധിക്കുന്നില്ല. ആ സാഹചര്യത്തിൽ അമേരിക്കയുടെയും ട്രംപിൻ്റെ ഉപദേശമനുസരിച്ചാണ് ഒരുപക്ഷെ ഇസ്രയേൽ ഇത്തരത്തിലൊരു യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടത്. പക്ഷേ ആ യുദ്ധം, അല്ലെങ്കിൽ ആ കണക്കുകൂട്ടൽ പിഴച്ചതാണ് ഇത്തരത്തിൽ
ഇത്തരത്തിൽ അസ്വാരസ്യങ്ങൾക്ക് കാരണം എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. മറ്റൊന്ന് പ്രധാനപ്പെട്ടത് ഇറാന്റെ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങളും ഒരുപക്ഷെ എണ്ണ സമ്പത്തിൽ ഏറ്റവും വലിയ എണ്ണ സമ്പത്തുള്ള ഒരു രാഷ്ട്രം കൂടിയാണ് ഇറാൻ എന്ന് പറയുന്നത്. ആ ഇറാന്റെ എണ്ണ സമ്പത്തുകളും ഉൽപാദന കേന്ദ്രങ്ങളെയും ഇത്തരത്തിൽ ആണവ നിലയങ്ങളിലും ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇസ്രായേൽ കടുത്ത നീക്കങ്ങൾ നടത്തുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശേഷി എന്ന് സ്വയം നടിക്കുന്ന അമേരിക്കയ്ക്ക് അത് വലിയ കനത്ത തിരിച്ചടി ഉണ്ടാക്കും. അത് ആഗോള സാമ്പത്തിക മേഖലയ്ക്ക് കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള ബോധ്യം യു എസിനുണ്ട്. അപ്പോൾ മറ്റ് രാഷ്ട്രങ്ങൾ യു എസിൻ്റെ മേൽ കടുത്ത ആഗോള സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കുന്ന സമയത്ത് യു എസിന് ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കാൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു അസ്വാരസ്യം ഉടലെടുക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. മനു, ഏതായാലും പലതരത്തിലുള്ള സംഭവങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും പ്രതീക്ഷിച്ചതുപോലെ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല എന്ന തിരിച്ചറിവിലേക്ക് അമേരിക്ക എത്തിയിരിക്കുന്നു. 4 ദിവസം കൊണ്ട് ഇറാനെ പൂർണ്ണമായും തകർക്കുമെന്നായിരുന്നു അവരുടെ പ്രസ്താവന എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ യുദ്ധം നീണ്ടുപോവുകയാണ്. അതിൽ അമേരിക്കയ്ക്ക് വലിയ അസ്വാരസ്യം, അതായത് അഭിപ്രായ വ്യത്യാസം ഇസ്രായേലുമായിട്ടുണ്ട് എന്ന ചില റിപ്പോർട്ടുകൾ ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. പക്ഷേ അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ നമുക്ക് കഴിയുന്നില്ല. ഏതായാലും വരും സമയങ്ങളിൽ അതിൻ്റെ ഒരു മറുപടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ഥിരീകരണം ഏത് തരത്തിലാണ് എന്നതിൽ ഒരു വ്യക്തത ഉണ്ടാകും. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ കാണാൻ കഴിയുന്ന മറ്റൊരു വശം ഈ ബോംബാക്രമണവും മിസൈൽ ആക്രമണവും ഒക്കെ കടന്നിട്ട് ഇറാന്റെ കുടിവെള്ള സ്രോതസ്സുകളിലേക്ക് അമേരിക്കയുടെ ആക്രമണം വരുന്നു എന്നതാണ്. ഇറാന്റെ കുടിവെള്ള സ്രോതസ്സുകൾ ഇല്ലാതാക്കി ജനങ്ങളെ വെള്ളമില്ലാതെ നരകിപ്പിക്കുക എന്ന തന്ത്രത്തിലേക്ക് അവർ കടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ആ രീതിയിൽ ഇറാന്റെ പല കുടിവെള്ള സ്രോതസ്സുകൾക്ക് സമീപത്തേക്കും വലിയ തോതിൽ മിസൈൽ ഒപ്പം തന്നെ ബോംബ് വർഷിക്കുന്നു എന്ന വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് ഏറ്റവും മനുഷ്യത്വരഹിതമായ രീതിയിൽ ഒരു നാടിനെ തച്ചു തകർക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവരുടെ പുതിയ പരമോന്നത നേതാവ് മൊജ്തബ ഖമനയ്ക്കും ഇപ്പോൾ പരിക്കേറ്റിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ യുദ്ധത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കിതൊന്നും സ്ഥിരീകരിക്കാൻ കഴിയില്ല. ഔദ്യോഗികമായി ആ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനം സ്ഥിരീകരിക്കുന്നത് വരെ നമുക്കിതൊന്നും ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. ഇതൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ടുകൾ മാത്രമാണ്. നമ്മൾ അതാണ് പ്രേക്ഷകരുടെ മുൻപിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്.